ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടാണ്. ചെമ്പാവരി പുട്ടാണ് കേട്ടോ. നല്ല തരിയുള്ള പൊടിയാണ്. അപ്പം നമ്മൾ പൊടി എടുത്തിട്ട് അതിലോട്ട് എത്ര പൊടിയുണ്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറോളമൊക്കെ വെക്കണേ, എന്നെങ്കിലേ അത് നന്നായിട്ട് കുതിർന്നിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ മാവിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ചായ ഇടണം. ഞാൻ ചായ ഇടാൻ നോക്കിയപ്പോൾ പാൽ നല്ല കട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ വെട്ടുകത്തി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ആണ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോഴും കട്ടയുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചാൽ അത് പോയി കിട്ടുമല്ലോ. അങ്ങനെ പകുതി പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചായ ഇടാം. കുട്ടികൾക്ക് നമ്മൾ കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. കടലക്കറിയും പുട്ടുമാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോഴൊക്കെ നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പഞ്ചസാരയും തേയിലൊക്കെ ഇട്ട് കൊടുത്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിരി കുറവാണെന്ന് തോന്നി. ഒന്നുകൂടെ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നനച്ച് അപ്പോഴേ ചുട്ടെടുത്തു കേട്ടോ. പിന്നെ നനച്ച് വെച്ചൊന്നുമില്ല. ഓൾറെഡി നമ്മളെ പുട്ടുപൊടി നന്നായി കുതിർന്ന് വന്നതാണല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് അപ്പോൾ തന്നെ ഞാൻ പുട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ മോൾക്ക് ഇന്ന് പുട്ട് വേണ്ട എന്നാണ് പറഞ്ഞത്. മോൻ കഴിച്ചു. മോൾക്ക് പുട്ട് വേണ്ട, അവൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു, മാഗി. അപ്പോൾ അതുണ്ടാക്കാനായിട്ട്
ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് അവൾക്ക് മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴേക്ക് നമ്മുടെ മീൻകാരൻ വന്നിരുന്നു കേട്ടോ. ഇതാണ് മീൻ, 100 രൂപയുടെ മീനാണ് കേട്ടോ. 2 ദിവസത്തിന് ആക്കാം. ഇപ്പം ഞാൻ മുറിച്ചിട്ട് അത് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം കുട്ടികളെയും മുത്തിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. സൈക്കിളോട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. മോള് മാഗിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് നാളേക്കുള്ള ഉഴുന്നും അരിയും കൂടെ വെള്ളത്തിലിടുകയാണ്. ഒരു 12 മണിയൊക്കെ ആയി. അപ്പോൾ നമുക്ക് കുതിർന്ന് കിട്ടണമല്ലോ, ആട്ടി വെക്കണം.